വെൽക്കം ബാക്ക് ടു വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒട്ടും റെഡി ആവാതെ വന്നിട്ടുള്ളത്. അതായത് ഒരു മേക്കപ്പ് ഇടാതെ ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ഒരു ഹെവി മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഐബ്രോ ഇടട്ടെ, കാരണം എനിക്ക് ഐബ്രോ എഴുതാതെ എനിക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ല. സോ ഞാൻ ഫസ്റ്റ് ഐബ്രോ എഴുതട്ടെ. മേക്കപ്പിൻ്റെ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഐബ്രോ അല്ല കേട്ടോ, പക്ഷെ ഞാൻ ഫസ്റ്റ് ഐബ്രോ എഴുതിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. കണ്ടോ, ഐബ്രോ എഴുതിയിട്ട് തന്നെ മുഖം മാറിയില്ലേ ഗൈസ്. ഇനി നമുക്കൊരു ഹെയർ ബാൻഡ് വെക്കാം. ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ മേക്കപ്പ് എന്ന് പറയുമ്പോൾ സ്കിൻ കെയറും കൂടെ ചെയ്തിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ നഖത്തിൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് സ്പ്രെഡായി ഗൈസ്. സോ ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ അനിയത്തീൻ്റെ സാരിയാണ് കടമായി വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾ വാങ്ങിച്ച സാരി. അപ്പോൾ അത് ബ്ലൗസ് എനിക്ക് പാകം അറിയില്ലല്ലോ, ബ്ലൗസൊക്കെ വേറെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സാരിയിലാണ് ഞാനിന്ന് ഒരുങ്ങാൻ പോകുന്നത്. ഇപ്പം നെക്സ്റ്റ് മന്ത് ഓണമൊക്കെ വരുവാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കാരണം സാരിയിൽ അങ്ങനത്തെ ഒരു സാരിയാണ്, അത് ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കുറച്ച് ഹെവി മേക്കപ്പിൽ തന്നെ ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓണം ലുക്കായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ടി ലുക്കായിട്ട് എടുക്കാം, ഒരു ഫെസ്റ്റീവ് ലുക്കായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫേസിൽ ഇടുന്നതൊക്കെ കഴുത്തിൽ ഇട്ടാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തേച്ച് കൊടുക്കാം. എൻ്റെ ഈ സൺ പ്രൊട്ടക്ഷൻ കുറച്ച് ഓയിലി പോലെയാണ്. സോ ഇത് തേക്കുമ്പോൾ തന്നെ നമ്മൾ ഫേസ് കുറച്ച് ഗ്ലോ ചെയ്യും. മേക്കപ്പ് ഇടുകയാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ മാക്സിമം യൂസ് ചെയ്യണം. ഞാൻ നിങ്ങളെ ഓവർ ലാഗ് ആക്കാതെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാട്ടോ. എന്നാലും ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നി ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ കേൾക്കണം, പ്ലീസ് സ്കിപ്പ് ചെയ്ത് കളയരുത് പ്ലീസ്. മൈ ഗോഡ്, യു നോ വാട്ട് ഐ എം ഗോയിങ് ടു സേ. ജെൽ പ്രൈമറാണ് ഞാൻ ഓൾവേസ് യൂസ് ചെയ്യാറുള്ളത്. മാറ്റ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൺസീലർ ഇടാം. മുഖത്തുള്ള കുത്തും കൊമ്മയും പാടുകളും ഒക്കെ മറച്ച് കളയണം നമ്മളിത് വെച്ച്. ഓക്കെ, കോണ്ടോർ ഞാൻ വാങ്ങിച്ചതാണിത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുള്ള് കയ്യിലാവുന്നു. ഞാനിങ്ങനെ പിടിക്കാനൊരു സ്ഥലമില്ല, ഇതെല്ലാം ഒട്ടിയിരിക്കുകയാണ് പകുതി. ചോക്ലേറ്റ് എഗ്ഗ് മാതിരി ഉണ്ട്, ബട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഹാർഡാണ്. ഓക്കെ, അപ്പോൾ കോണ്ടോർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഷാഡോ ഇടാം. ഒരു സ്മോക്കി ആയി പോലെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്കൊരു ഗോൾഡൻ വേണ്ട, ഒരു റെഡ് ടച്ച് ഉള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ ചുറ്റുമായിട്ട് ഞാനിങ്ങനെ ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കാം. വാലിട്ടിട്ടാണ് കേട്ടോ ഐലൈനർ വരയ്ക്കുന്നത്. ഈ സൈഡും കൂടെ ഇങ്ങനെ വാലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണിൻ്റെ ഉള്ളിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഐലൈനറിൻ്റെ കൂടെ ഈ ബ്ലാക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഐബ്രോ ഇങ്ങനെ ഇവിടുന്ന് ഭയങ്കര ഡാർക്കായിട്ട് ഇവിടുന്ന് ലൈറ്റായിട്ടുമാണ് വരച്ചിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഐബ്രോ നല്ല കട്ടിയിൽ വരയ്ക്കണതാണ് ഇഷ്ടം. കുറച്ച് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുക.
ലാസ്റ്റ് ബ്ലഷും ഹൈലൈറ്ററൊക്കെ ഞാൻ അതിന് ശേഷമാണ് ഇടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്ട്രോബ് ക്രീം തേക്കാൻ മറന്നുപോയി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ഹൈലൈറ്റർ ആയിട്ട് കൊടുക്കാം. ഓരോ സ്ഥലത്തായിട്ടാണ് ബ്ലഷ് ഇടുക. ചിലർ ഇവിടേക്ക് ആയിട്ടിടും, ചിലർ ഇവിടെ ഒക്കെ ഇടും. ഞാനിങ്ങനെ ചിരിക്കുമ്പം ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത്, ബ്ലഷ് ഇട്ട സ്ഥലത്ത് തന്നെ സ്ട്രോബ് ക്രീം. ലിപ് ലൈനർ വരയ്ക്കാം. എനിക്ക് ലിപ് ലൈനർ വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം, നമ്മളെ കാവ്യ മാധവൻ സ്റ്റൈലിൽ. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഷെയ്ഡ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല, പക്ഷെ എന്നാലും തൽക്കാലം ഇതിട്ടെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ലൈനർ വരച്ചു കൊടുക്കണം. യെസ്, ഇന്ന് വളരെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഓക്കെ, കണ്ണടച്ചോ എല്ലാവരോടും. സെറ്റിംഗ് സ്പ്രേ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് തുടച്ച് കളയരുത്, തന്നെ ഇങ്ങനെ സെറ്റ് ആവണം. ഓക്കെ, അപ്പം മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ സാരി എടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കമ്മല്, ഈ വളകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വരെ ഒരു ഐഡിയ കിട്ടിയില്ല. അതോടെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റീൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പടത്തിന് പോവാന്ന് കരുതി. മാളൂസ് ദ ടെഡി ബെയറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ടെഡി കേക്സിൻ്റെ ടീഷർട്ട്, ക്യാപ്പ് എല്ലാം, കീ ചെയിനും എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. അപ്പോൾ എനിക്ക് മേക്കപ്പ് ഒന്നും തുടച്ച് കളയാനുള്ള സമയം കിട്ടിയില്ല. ഇത്രയും മേക്കപ്പ് ഈ ഡ്രസ്സിന് വേണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയിരിക്കാനല്ലേ, വന്നിട്ടെല്ലാം സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ സാരിയൊക്കെ മാറ്റിയിട്ട് അത് എടുത്ത് നടക്കാനൊന്നും വയ്യ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങളങ്ങനെ പടത്തിന് പോവാണ് ഗൈസ്. ഏത് പടത്തിനാണ് നമ്മൾ പോകുന്നേ? അൽഫ. മൂവിക്കൊക്കെ ഒരു പിടുത്തവും ഇല്ല, കാരണം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. ഞാനും മാള് ഫുള്ള് മേക്കപ്പിലായിരുന്നു. മാളും ഉണ്ട്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചുമ്മാ എൻ്റെ അവിടെ സാധനങ്ങളൊക്കെ പറത്തിയിട്ടില്ല, അതൊക്കെ എടുത്തിട്ട് മേക്കപ്പ് ചെയ്യണ്ടായിരുന്നു. പോയിട്ട് വേണം അതെല്ലാം സെറ്റ് ചെയ്യാൻ. എന്താ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അതും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ടും ക്യാപ്പും മാളൂസിന് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ടെഡി കേക്സിൻ്റെ കൂടെ കിട്ടിയതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മിസ്റ്ററി ബോക്സ് മാളൂസിന് കൊടുക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മളെന്തായാലും പടമൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായം കൂടെ ഞാൻ പറയാം. നിങ്ങളൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പടമായിരിക്കും, അതോ ഇനി എല്ലാവരും കണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ട് പറയാം. എന്തായാലും ഋത്തിക് റോഷനും ആലിയ ഭട്ടും ആണ് പടത്തിലുള്ളത്. യെസ്, പോകും പടത്തിലുള്ളത്. അതുകൊണ്ടാണ് ഋത്തിക് റോഷൻ ഉണ്ടല്ലോ റീൽസിൽ ഇങ്ങനെ ഓരോ പോർഷൻസ് ഒക്കെ വരുന്നത്. ഫിലിം ഫുള്ള് റീൽസിൽ കാണിച്ചിട്ട് തോന്നുന്നു. അപ്പൊ ഞാന് പോയി കാണാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി പടങ്ങളൊക്കെ കാണാൻ. അപ്പം യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹിന്ദി അറിയാം. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, കേൾക്കാൻ നല്ല മനസ്സിലാവും. മൂവിക്കാർക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷെ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് മനസ്സിലാവില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ അറിയാം. അപ്പൊ നമ്മൾ എന്തായാലും പോയി കണ്ടിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് കഥ മനസ്സിലാവാൻ അഭിനയിക്കുന്നത് കണ്ടാൽ മതിയല്ലോ, അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടും. എന്താ വാങ്ങിക്കുന്നേ? ബിസ്ക്കറ്റും കോഫിയും. ആ, നല്ല കോഫി. എന്താ? ഇല്ല. എന്താ ഇവിടെ കേറിയോ മേലെ? ആ, ഇതൊക്കെ ഇവിടെ വെച്ച് മറക്കൂട്ടോ നീ. എന്താ കാപ്പി കുടിക്കുന്നു? എന്താ ഒരാൾ ബിസ്ക്കറ്റും, മാളോ ബിസ്ക്കറ്റും കോഫിയും, ഞാൻ ചായ കുടിക്കുന്നു. യെസ്, ഞാൻ അരമണിക്കൂറും കൂടി ഉണ്ട് പടം തുടങ്ങാൻ. പടം എന്താവുമ്പോൾ ഷാനു പറഞ്ഞ നല്ല പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ, ഇപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വേറെ പടത്തിന് നോക്കിക്കോളാം. ഇതാ വരുന്നത് മാളുവിൻ്റെ ആള്. മാളു ആ, തിന്ന് ഇനിയിപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് തീർക്കും ഗൈസ്. ഓക്ക് വാങ്ങിയ അതാ മാളു അത് തിന്നില്ല. എനിക്കല്ല, ആ പൂച്ചക്കും മാളു അത് തിന്നിട്ടില്ല കേട്ടോ. മാളു അടുത്ത് ഇങ്ങനെ കൈ കൊടുക്ക്. മാളു സക്സസ്.
അത് വലുതായി. അതെ, എന്നിട്ട് 12 ഇഞ്ചക്ഷനോ എത്ര ഇഞ്ചക്ഷൻ എടുത്താലും. പടത്തിന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചിട്ട് ഞാനാണ് ജയിച്ചത്. സോ ഞാൻ പറയുന്ന പണിഷ്മെൻറ്റ് ഇവർ ചെയ്യണം. അപ്പം മാളുവിന് ഞാൻ കൊടുത്ത പണിഷ്മെൻറ്റ് മാള് ചെയ്യാൻ പോവാണ്. സെൻറ്ററിൽ, അവിടെ സെൻറ്ററിൽ. അയ്യോ, ഡാൻസ് കളിക്കില്ലായിരുന്നു കളിച്ചിട്ട് പിക്കാക്ക് ചെന്നിട്ട് ചോദിക്കണം, നേരത്തെ നീ ആൽഫ മൂവി കാണാൻ വന്ന് ആൽഫി എന്ന് പറഞ്ഞ ഒരാളോട്, അത് നീ അവിടെ തിയേറ്ററിൽ നിൽക്കുന്ന ആളോട് ചോദിക്കണം. ആൽഫി മൂവി എവിടെയാ കളിക്കുന്നത് ചോദിക്കണം. ഇല്ല ഇവിടെ ആരോടാ ചോദിക്കാ? ഈ ഫുഡ് വാങ്ങാൻ നിൽക്കുന്നവരോട് പോയി ചോദിക്കേ. ആൽഫി എന്ന് പറഞ്ഞേക്ക, ആൽഫ മൂവി. എന്നാ ഡാൻസ് കളിക്ക് പോയിട്ട്. ഡാൻസോ മാറുമാള് നോക്കട്ടെ. ഗൈസ്, ഞങ്ങളങ്ങനെ പടം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നതാണ്. എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല ഇഷ്ടമില്ലാത്ത സിനിമ. അപ്പം നമ്മൾ ഗേൾസിൻ്റെ ഒരു ഹീറോയിസം കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 98. സൂപ്പറാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. നല്ല ജെനുവിനായിട്ട് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ല ഫൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ BGM. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് ഞങ്ങൾ അത് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.